ഹലോ. അപ്പോൾ ഇന്ന് നമ്മൾ ലൈറ്റിന്റെ ഫോർത്ത് പാർട്ടാണ്. ഫോർത്ത് ആൻഡ് തിയറി പാർട്ടിന്റെ ഫൈനലാണ്. ഇനി നമുക്ക് പ്രോബ്ലംസ് ഒക്കെ ചെയ്യാനുണ്ട്. ഇൻടെക്സ്റ്റ് ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ NCERT-യുടെ ലാസ്റ്റ് എക്സസൈസും ഒന്നും നമ്മൾ ചെയ്തിട്ടില്ല. ജസ്റ്റ് തിയറി മാത്രമാണ് കവർ ചെയ്ത് പോയത്. അത് വേറൊരു പാർട്ടായിട്ട് ചെയ്യാം, ക്വസ്റ്റ്യൻസ് മാത്രമായിട്ട്. അപ്പൊ ഇതിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് സ്പെറിക്കൽ ലെൻസുകളെ പറ്റിയിട്ടാണ്. സ്പെറിക്കൽ ലെൻസിന്റെ റിഫ്രാക്ഷനെ പറ്റിയിട്ടാണ്. അപ്പൊ രണ്ട് തരത്തിലുള്ള സ്പെറിക്കൽ മിറേഴ്സ് നമ്മൾ പഠിച്ചു. ഇവിടെ രണ്ട് തരത്തിലുള്ള സ്പെറിക്കൽ ലെൻസുകൾ ഉണ്ട്, കോൺവെക്സ് ലെൻസും കോൺകേവ് ലെൻസും. ലെൻസ് എന്ന് പറയുമ്പോൾ എന്താണ്? രണ്ട് സർഫസുകൾ കൂടി ചേർന്നിട്ടുള്ള ഒരു സംഭവമാണ് ലെൻസ് എന്ന് പറയുന്നത്. ഇപ്പൊ ഇവിടെ നിങ്ങൾ നോക്കൂ, ലെൻസിന്റെ രണ്ട് സർഫസുകൾ ഉണ്ട്. രണ്ട് ഇമേജസ് ഇവിടെ നിങ്ങൾക്ക് കാണാം. ലെൻസിന് എന്തുണ്ട്? ലെൻസിന് രണ്ട് സർഫസുകൾ ഉണ്ട്. ഓക്കെ, ഒരു വെക്സ് ലെൻസിനെ വരയ്ക്കുകയാണെങ്കിൽ അതിന് രണ്ട് സർഫസുകൾ ഉണ്ട്. ആ രണ്ട് സർഫസുകളും പുറത്തേക്ക് ഉന്തിയാണ് നിൽക്കുന്നത്, ബൾജിങ് ഔട്ട്വേർഡ്സ്. കാണാൻ പുറത്തേക്ക് തള്ളി നിൽക്കുന്ന രണ്ട് സ്പെറിക്കൽ സർഫസുകളുള്ള ആളെയാണ് നമ്മൾ കോൺവെക്സ് ലെൻസ് എന്ന് വിളിക്കുന്നത്. ഇനി ഇവിടെ ഈ ആദ്യത്തെ പടം നോക്ക്, പാരലൽ ആയിട്ട് വരുന്ന കുറച്ച് റേസ് ഉണ്ട്. ഈ ലെൻസിൽ വരുമ്പോൾ റിഫ്രാക്ഷൻ ആണ് സംഭവിക്കുന്നത്. റിഫ്രാക്ഷൻ സംഭവിക്കും കാരണം എന്താണ്? എയർ എന്ന് പറയുന്ന മീഡിയത്തിൽ നിന്ന് ഗ്ലാസ് എന്ന് പറഞ്ഞ മീഡിയത്തിലേക്ക് അവർ എൻറ്റർ ചെയ്യാണ്. അപ്പൊ എന്താ സംഭവിക്കുന്നത്? അത് ബെൻഡ് ചെയ്തിട്ട് റിഫ്രാക്ഷൻ സംഭവിക്കുകയാണ്. റിഫ്രാക്ഷൻ കഴിഞ്ഞ് അവർ കടന്നു പോവാണ്. ഒരു പെർട്ടിക്കുലർ പോയിന്റിലൂടെയാണ് എല്ലാവരും കടന്നു പോകുന്നത്, അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ പോയിന്റ്, പ്രിൻസിപ്പൽ ആക്സിസിലുള്ള ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ എല്ലാവരും ചെന്ന് മീറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ? അപ്പൊ അവരെ നമുക്ക് എന്ത് ലെൻസ് എന്ന് വിളിക്കാം? കോൺവെക്സ് ലെൻസ് എന്ന് വിളിക്കാം. അപ്പൊ രണ്ട് സ്പെറിക്കൽ സർഫസ് വിച്ച് ആർ ബൾജിങ് ഔട്ട്വേർഡ്സ്, അതിനെയാണ് നമ്മൾ ഒരു കോൺവെക്സ് ലെൻസ് എന്ന് വിളിക്കുന്നത്. പിന്നെ അതിലൂടെ റിഫ്രാക്ട് ചെയ്യുന്ന ലൈറ്റുകളെയൊക്കെ കൺവേർജ് ചെയ്യുന്നത് കൊണ്ട് അവരെ നമ്മൾ കൺവേർജിങ് ലെൻസ് എന്ന് വിളിക്കും. ഇനി രണ്ടാമത്തെ ലെൻസാണ് കോൺകേവ് ലെൻസ്. കോൺകേവ് ലെൻസിന്റെ ഇമേജ് ഇവിടെ താഴെ നിങ്ങൾക്ക് കാണാം. കോൺകേവ് ലെൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? രണ്ട് സ്പെറിക്കൽ സർഫസുകൾ ഉണ്ട്. ആ സ്പെറിക്കൽ സർഫസ് എങ്ങനെയാണ്? ഉള്ളിലേക്കാണ് കർവ് ചെയ്ത് നിൽക്കുന്നത് അല്ലെ? ഉള്ളിലേക്കാണ് വളഞ്ഞു നിൽക്കുന്നത്. അപ്പൊ രണ്ട് സ്പെറിക്കൽ സർഫസ് വിച്ച് ആർ കർവ്ഡ് ഇൻവേർഡ്സ്, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കോൺകേവ് ലെൻസ് എന്ന് പറയുന്നത്. ഇവിടെ നോക്ക്, പാരലൽ ആയിട്ട് മൂന്ന് റേസ് ഉണ്ട് അല്ലെ? പാരലൽ ആയിട്ടുള്ള മൂന്ന് റേസിനെ കൺസിഡർ ചെയ്ത് നിർക്കുക. അവരെന്ത് ചെയ്തു? റിഫ്രാക്ഷന് ശേഷം പല വഴിക്ക് ഡൈവേർജ് ചെയ്ത് പോകുന്നത് നിങ്ങൾക്ക് കാണാം. ഒരെണ്ണം ഇങ്ങോട്ട് പോയി, അടുത്തതാ ഇങ്ങോട്ട് പോകുന്നു അല്ലേ? അപ്പൊ പല വഴിക്ക് ഡൈവേർജ് ചെയ്ത് പോവാണ് റിഫ്രാക്ഷന് ശേഷം. അപ്പൊ അങ്ങനെയുള്ള ലെൻസുകളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഡൈവേർജിങ് ലെൻസ് എന്ന് വിളിക്കുന്നത്. അപ്പൊ കോൺവെക്സ് ലെൻസ് എന്ന് പറയുന്നത് ഒരു കൺവേർജിങ് ലെൻസും കോൺകേവ് ലെൻസ് എന്ന് പറയുന്നത് ഒരു ഡൈവേർജിങ് ലെൻസും ആണ്. ഇനി അടുത്തത് ഇമേജ് ഫോർമേഷൻ ആണ്. ഇമേജ് ഫോർമേഷൻ പഠിക്കുന്നതിന് മുൻപ് നമ്മൾ മിററിന്റെ കേസിൽ പഠിച്ച പോലെ തന്നെ മൂന്ന് നിയമങ്ങൾ പോലെ മൂന്ന് നമ്മൾ കൺസിഡർ ചെയ്യുന്ന റേസിനെ പറ്റിയിട്ട് അവിടെ പറയുന്നത്. അപ്പൊ ആദ്യത്തെ ഒരെണ്ണം എന്ന് പറയുന്നത് എന്താണ്? പാരലൽ ആയിട്ട് വരുന്ന റേ, പ്രിൻസിപ്പൽ ആക്സിസിന് പാരലൽ ആയിട്ട് വരുന്ന റേ റിഫ്രാക്ഷന് ശേഷം പ്രിൻസിപ്പൽ ഫോക്കസിലൂടെ കടന്നു പോകും. പാരലൽ ആയിട്ട് വരുന്ന റേ റിഫ്രാക്ഷന് ശേഷം ഇതിൽ കൂടെ കടന്നു പോകും, പ്രിൻസിപ്പൽ ഫോക്കസിലൂടെ കടന്നു പോകും. ഇനി ഇവിടെ നോക്ക്, പാരലൽ ആയിട്ട് കേവ് ലെൻസിന്റെ കേസിൽ പാരലൽ ആയിട്ട് വരുന്ന റേ റിഫ്രാക്ഷന് ശേഷം പ്രിൻസിപ്പൽ ഫോക്കസിന്റെ ഡയറക്ഷനിലൂടെയാണ് കടന്നു പോകുന്നത്. ആ റേനെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്ത് തോന്നും? ആ ഡൈവേർജ് ചെയ്ത് പോകുന്ന റേനെ കണ്ടാൽ അത് പ്രിൻസിപ്പൽ ആക്സിസിലൂടെയാണ് വന്നത് എന്ന് നമുക്ക് തോന്നും. ഓക്കെ, ഇറ്റ് അപ്പിയേഴ്സ് ടു കം ഫ്രം ദ പ്രിൻസിപ്പൽ ആക്സിസ്, പ്രിൻസിപ്പൽ ഫോക്കസ്. ഓക്കെ, പ്രിൻസിപ്പൽ ഫോക്കസിൽ നിന്നാണ് വന്നത് നമുക്ക് തോന്നും. ഇനി രണ്ടാമത്തത് എടുക്കുകയാണെങ്കിൽ എന്താണ്? പ്രിൻസിപ്പൽ ഫോക്കസിലൂടെ വരുന്ന റേ റിഫ്രാക്ഷന് ശേഷം പ്രിൻസിപ്പൽ ആക്സിസിന് പാരലൽ ആയിട്ട് കടന്നു പോകും. ഇതാണ് പ്രിൻസിപ്പൽ ആക്സിസ്, ഇതാണ് പ്രിൻസിപ്പൽ ആക്സിസ്. പ്രിൻസിപ്പൽ ആക്സിസിന് പാരലൽ ആയിട്ട്, അപ്പൊ പ്രിൻസിപ്പൽ ഫോക്കസിലൂടെ വരുന്ന റേ റിഫ്രാക്ഷന് ശേഷം എങ്ങനെ കടന്നു പോകും? പ്രിൻസിപ്പൽ ആക്സിസിന് പാരലൽ ആയിട്ട് കടന്നു പോകും. രണ്ടാമത്തത് നോക്ക്, കോൺകേവ് ലെൻസിന്റെ കേസില് പ്രിൻസിപ്പൽ ഫോക്കസിന്റെ ഡയറക്ഷനിൽ വരുന്ന റേ റിഫ്രാക്ഷന് ശേഷം പ്രിൻസിപ്പൽ ആക്സിസിന് പാരലൽ ആയിട്ട് കടന്നു പോകും. പ്രിൻസിപ്പൽ ഫോക്കസിന്റെ ഡയറക്ഷനിൽ വരുന്ന റേ ആണ് റിഫ്രാക്ഷന് ശേഷം എങ്ങനെയാ കടന്നു പോകുന്നത്? പ്രിൻസിപ്പൽ ആക്സിസിന് പാരലൽ ആയിട്ടാണ് കടന്നു പോകുന്നത്. മൂന്നാമത്തത് ഒപ്റ്റിക് സെന്ററിലൂടെ. ഒപ്റ്റിക് സെന്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒപ്റ്റിക് സെന്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ലെൻസിന്റെ സെന്ററിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഒപ്റ്റിക് സെന്റർ എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ പറഞ്ഞു മിററുകളുടെ റിഫ്ലക്റ്റിംഗ് സർഫസിന്റെ സെന്ററിനെയാണ് നമ്മൾ പോൾ എന്ന് പറഞ്ഞത് അല്ലേ? ഇവിടെ എന്താണ്? ലെൻസുകളുടെ സെന്ററിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഒപ്റ്റിക് സെന്റർ. ലെൻസുകളുടെ സെന്ററിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഒപ്റ്റിക് സെന്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒപ്റ്റിക് സെന്ററിലൂടെ കടന്നു പോകുന്ന റേ വിത്തൗട്ട് എനി റിഫ്രാക്ഷൻ, ഒട്ടും ബെൻഡ് ചെയ്യാതെ, ഒട്ടും റിഫ്രാക്ഷൻ ഇല്ലാതെ സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ കടന്നു പോകും. നിങ്ങൾക്ക് ഈ രണ്ട് ഇമേജിൽ നോക്കിയാലും കാണാം, ആ റേ തീരെ ബെൻഡ് ചെയ്തിട്ടില്ല, നേരെ അത് ഏത് ഡയറക്ഷനിലാണോ വന്നത് അതേ ഡയറക്ഷനിലാണ് അത് കടന്നു പോയിട്ടുള്ളത്. ഇനി ഇവിടെ ഞാൻ പ്രത്യേകിച്ച് ടേംസ് ഒന്നും എക്സ്പ്ലെയിൻ ചെയ്തില്ല, ലൈക്ക് സെന്റർ ഓഫ് കർവേച്ചർ എന്താണ്, പ്രിൻസിപ്പൽ ഫോക്കസ് എന്താണ്, പ്രിൻസിപ്പൽ ആക്സിസ് എന്താണ്,
പിന്നെ ഉള്ള ഒറ്റ ടേംസും ആകെ ഒപ്റ്റിക് സെന്റർ ആണ് പറഞ്ഞത്, കാരണം ഒപ്റ്റിക് സെന്റർ ആണ് ഡിഫറെന്റ് ആയിട്ട് വരുന്നത്. പിന്നെ ഇവിടെ സെന്റേഴ്സ് ഓഫ് കർവേച്ചേഴ്സ് ഉണ്ട്, 2 സെന്റേഴ്സ് ഓഫ് കർവേച്ചേഴ്സ് ഉണ്ട്, 2 പ്രിൻസിപ്പൽ ഫോക്കസുകൾ ഉണ്ട്, 2 റേഡിയസ് ഓഫ് കർവേച്ചേഴ്സും ഉണ്ട്. കാരണം എന്താണ്, 2 സ്പെറിക്കൽ സർഫസുകൾ ഉണ്ട്. ഇപ്പൊ ഈ ഒരു സർഫസിനെ ഞാൻ കംപ്ലീറ്റ് ചെയ്താൽ എനിക്ക് ഇവിടെ ഒരു സ്പിയർ കിട്ടും, മറ്റേ സർഫസിനെ കംപ്ലീറ്റ് ചെയ്താൽ അപ്പുറത്തും ഒരു സ്പിയർ കിട്ടും. അപ്പൊ 2 സ്പെറിക്കൽ സർഫസുകൾ ഉണ്ട്. ഈ 2 സ്പെറിക്കൽ സർഫസിനും എന്തുണ്ടാവും, സെന്റേഴ്സ് ഓഫ് കർവേച്ചേഴ്സ് ഉണ്ടാവും, റേഡിയസ് ഓഫ് കർവേച്ചേഴ്സ് ഉണ്ടാവും അല്ലേ. അപ്പൊ അത് വെച്ചിട്ടാണ് ഇതിലെല്ലാ ടേംസും അത് തന്നെയാണ്, ഡിഫറെന്റ് ആയിട്ട് വരുന്നത് ഒപ്റ്റിക് സെന്റർ ആണെന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒപ്റ്റിക് സെന്റർ കൊടുത്തിട്ടുണ്ട്. ദ സെൻട്രൽ പോയിന്റ് ഓഫ് എ ലെൻസ് ഈസ് കോൾഡ് എസ് ഒപ്റ്റിക് സെന്റർ. സെൻട്രൽ പോയിന്റ്, ലെൻസിന്റെ സെൻട്രൽ പോയിന്റിനെയാണ് ഒപ്റ്റിക് സെന്റർ എന്ന് പറഞ്ഞിട്ട് നമ്മൾ വിളിക്കുന്നത്. ഇനി ഇമേജ് ഫോർമേഷൻ എടുക്കുകയാണെങ്കിൽ ഇതിൽ നോക്ക്, ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാൽ വളരെ ദൂരെയാണ് നമ്മൾ ഒബ്ജക്റ്റിനെ വെക്കുന്നതെങ്കിൽ, ഇത് ഏത് ലെൻസാണ്, കോൺവെക്സ് ലെൻസിനെയാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. വളരെ ദൂരെയാണ് നമ്മൾ ഒബ്ജക്റ്റിനെ വെക്കുന്നതെങ്കിൽ ഇമേജ് നമുക്ക് എവിടെയാണ് കിട്ടുന്നത്, ഫോക്കസിലാണ് നമുക്ക് ഇമേജ് കിട്ടുന്നത്. അത് ഏത് ഫോക്കസ് ആണ്, F2 ആണ്. F2 എന്ന് പറഞ്ഞാൽ അപ്പുറത്തെ സൈഡിലുള്ള, ഇപ്പോ ഇതാണൊരു മിറർ എങ്കിൽ ഇവിടെയാണ് ഒബ്ജക്റ്റ് വെക്കുന്നതെങ്കിൽ ഇപ്പുറത്തെ സൈഡിലുള്ള ഫോക്കസിലാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, ഇമേജ് കിട്ടുന്നത്. റിലേറ്റീവ് സൈസ് എങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത്, ഡിമിനിഷ്ഡ് ആണ്, തീരെ ചെറുതാണ്. അതുപോലെ തന്നെ ഒരു പോയിന്റ് പോലെയാണ് നമുക്ക് കിട്ടുന്നുള്ളൂ, മങ്ങിയ ഒരു ഇമേജ് ആണ് നമുക്ക് കിട്ടുന്നത്. നേച്ചർ എന്ന് പറയുന്നത് റിയൽ ആൻഡ് ഇൻവേർട്ടഡ് ആണ്. റിയൽ എന്ന് പറഞ്ഞാൽ ശരിക്കും റേസ് കൂടി ചേർന്നിട്ട് തന്നെ കിട്ടുന്ന ഒരു ഇമേജ് ആണത്. പിന്നെ ഇൻവേർട്ടഡ് ആണ്, തല കുത്തനെയുള്ള ഇമേജും ആണ് കിട്ടുന്നത്. ഇനി 2F1 വെക്കുന്നതെങ്കിൽ 2F1 എന്ന് പറഞ്ഞാൽ എന്താണ്, സെന്റർ ഓഫ് കർവേച്ചർ, ഫസ്റ്റ് സെന്റർ ഓഫ് കർവേച്ചർ ആണ് അല്ലെ. നമുക്കറിയാം, നമ്മൾ റിലേഷൻഷിപ്പ് പഠിച്ചിട്ടുണ്ട്, R is equal to 2F ആണ് അല്ലെ. അപ്പൊ ഈ പോയിന്റ് എന്ന് പറയുന്നത് എന്താണ്, ഇത് റേഡിയസ് ഓഫ് കർവേച്ചറിന്റെ ഏരിയ ആണ്. അപ്പൊ ഇവിടെ ഒരു F1 ഉണ്ടാവും. അപ്പൊ ഇതെന്ന് പറയുന്നത് എന്താണ്, 2F1 ആണ്. അപ്പൊ ഇവിടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒബ്ജക്റ്റിനെ വെക്കുന്നത്. അപ്പൊ ഇമേജ് എവിടെയാണ് കിട്ടുന്നത്, 2F2 എന്ന് പറഞ്ഞാൽ ഇപ്പുറത്തെ സൈഡിലുള്ള ഫോക്കസിലിട്ട്, ഫോക്കസ് അല്ല, ഇപ്പത്തെ സൈഡിലുള്ള 2F2 നമുക്ക് കിട്ടുന്നത്, അല്ലെങ്കിൽ സെന്റർ ഓഫ് കർവേച്ചർ 2 നമുക്ക് ഇമേജ് കിട്ടുന്നത്. സൈസ് എങ്ങനെയായിരിക്കും, സെയിം സൈസ് ആയിരിക്കും, അതുപോലെ തന്നെ റിയൽ ആൻഡ് ഇൻവേർട്ടഡ് ആയിരിക്കും. അപ്പൊ 2F1 വെച്ചാൽ നമുക്ക് 2F2 ഇമേജ് കിട്ടും, സെയിം സൈസ് ആയിരിക്കും, റിയൽ ആൻഡ് ഇൻവേർട്ടഡ് ആയിരിക്കും. ഇവിടെ പറഞ്ഞ വിട്ടുപോയല്ലേ. 2F1 അപ്പുറം, ബിയോണ്ട് 2F1 അല്ലെങ്കിൽ C1 നമുക്ക് പറയാം, കാരണം സെയിം പോയിന്റ് തന്നെയാണ് അല്ലെ. അതിനകലെയാണ്, കുറച്ച് അകലെയാണ് വെക്കുന്നതെങ്കിൽ ഇമേജ് എവിടെയാണ് കിട്ടുന്നത്, F2 2F2 ഇടയിൽ. F2 എന്ന് പറയുന്നത് ഇപ്പുറത്തെ സൈഡിലുള്ള ഫോക്കസിന്റെ, അതുപോലെ തന്നെ 2F2 എന്ന് പറഞ്ഞാൽ സെന്റർ ഓഫ് കർവേച്ചറിന്റെ ഇടയിലാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, ഇമേജ് കിട്ടുന്നത്. അത് എങ്ങനത്തെ ഇമേജ് ആയിരിക്കും, റിയൽ ആൻഡ് ഇൻവേർട്ടഡ് ആയിരിക്കും. റിലേറ്റീവ് സൈസ് എന്ന് പറഞ്ഞാൽ തീരെ ചെറുതായിരിക്കും. ഇനി 4ാമത്തെ കേസ് എടുക്കുകയാണെങ്കിൽ ബിറ്റ്വീൻ F1 ആൻഡ് 2F2, F1 2F2 ഇടയിലാണ് വെക്കുന്നതെങ്കിൽ എന്ന് പറഞ്ഞാല് സെന്റർ ഓഫ് കർവേച്ചറിന്റെയും അതുപോലെ തന്നെ പ്രിൻസിപ്പൽ ഫോക്കസിന്റെയും സൈഡിൽ അടുപ്പിലാണ് വെക്കുന്നതെങ്കിൽ നമുക്ക് എവിടെ കിട്ടും, അപ്പുറത്തെ പ്രിൻസിപ്പൽ ഫോക്കസിൽ നിന്നും അകലെയാണ് നമുക്ക് ഇമേജ് കിട്ടാൻ പോകുന്നത്. ഓക്കെ, ആ സൈസ് എങ്ങനെയായിരിക്കും, വലിയ ഇമേജ് ആയിരിക്കും, റിയൽ ആൻഡ് ഇൻവേർട്ടഡ് ആയിരിക്കും. റിയൽ ആൻഡ് ഇൻവേർട്ടഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറിജിനൽ ഇമേജ് ഫോം ചെയ്തു, റേസ് കൂടി ചേർന്നിട്ട് പിന്നെ അത് തലകുത്തനെയുള്ള ഇമേജും ആയിരിക്കും. ഇനി പ്രിൻസിപ്പൽ ഫോക്കസിൽ വെക്കാന്ന്, F1 വെക്കാന്ന് വിചാരിക്കുക, മറ്റ് ഇൻഫിനിറ്റി വളരെ ദൂരെയാണ് നമുക്ക് കിട്ടുക. അതെങ്ങനെയാണ് ഫോം ചെയ്തിട്ടുള്ളതെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല, കാരണം ഒത്തിരി ദൂരെയാണ് നമുക്ക് കിട്ടുക. ഇനി അടുത്തത് ബിറ്റ്വീൻ ഫോക്കസ് 1 ആൻഡ് ഒപ്റ്റിക് സെന്റർ. ഒപ്റ്റിക് സെന്ററിന്റെയും ഫോക്കസിന്റെയും ഇടയിലാണ് നമ്മൾ വെക്കുന്നതെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ അതേ സൈഡിൽ തന്നെ നമുക്ക് കിട്ടും. എങ്ങനെയായിരിക്കും, വലിയ സൈസ് ആയിരിക്കും. അതുപോലെ തന്നെ എന്താണ് നേച്ചർ, വിർച്വൽ ആൻഡ് ഡിറക്റ്റ് ആയിരിക്കും. ഇവിടെ റിയൽ ഇമേജ് ഫോം ചെയ്തോ, ഇല്ല. തലകുത്തനെയുള്ളതാണോ, അല്ല. നേരെയുള്ള വെർച്വൽ ഇമേജ് ആണ് നമുക്ക് അവിടെ കിട്ടുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ജസ്റ്റ് അതിന്റെ പടങ്ങളിലൂടെ ഒന്ന് കടന്നു പോവാം. നമുക്ക് ആദ്യത്തേത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒബ്ജക്റ്റ് എവിടെ വെച്ചിട്ടുള്ള, ഇൻഫിനിറ്റി, വളരെ ദൂരെയാണ് വെച്ചിട്ടുള്ളത്. അപ്പൊ വളരെ ദൂരെ വെച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ പാരലൽ റേസ് ആണ് വരുന്നത്. ഈ പാരലൽ റേസ് റിഫ്രാക്ഷന് ശേഷം ഏതിൽ കൂടെ കടന്നു പോവും, നമ്മൾ പറഞ്ഞു ഫോക്കസ് വഴി കൂടെ കടന്നു പോകും. അപ്പൊ ഇപ്പുറത്തെ സൈഡിലുള്ള ഫോക്കസിലാണ്, F2 ഇമേജ് ഫോം ചെയ്തിട്ടുള്ളത്. രണ്ടാമത് നോക്ക്, 2F1 അപ്പുറത്താണ് ഒബ്ജക്റ്റ് വെച്ചിട്ടുള്ളത്. ഇവിടെ നിങ്ങൾക്ക് കാണാം ബിയോണ്ട് 2F1 ആണ് വെച്ചിട്ടുള്ളത്. അപ്പോ അവിടെ വെക്കുമ്പോൾ റിഫ്രാക്ഷൻ, പാരലൽ ആയിട്ടുള്ള റേ വന്നു, റിഫ്രാക്ഷന് ശേഷം പ്രിൻസിപ്പൽ ഫോക്കസിലൂടെ കടന്നുപോയി. അടുത്തത് ഒപ്റ്റിക് സെന്ററിൽ കൂടെ കടന്നു പോയ റേ ഒരു ഡീവിയേഷനും ഇല്ലാതെ അതിൽ കൂടെ തന്നെ പോയി. ഇവർ രണ്ടുപേരും തമ്മിൽ കൂട്ടിമുട്ടിയത് എവിടെയാണ്, F2 2F2 ഇടയിൽ വെച്ചിട്ടാണ്. അപ്പൊ നമുക്ക് എവിടെ ഇമേജ് ഫോം ചെയ്തു എന്ന് പറയാം, ബിറ്റ്വീൻ F2 ആൻഡ് 2F2. എങ്ങനത്തെ ഇമേജ് ആണ്, ഇൻവേർട്ടഡ് ആണ്, സൈസും ചെറുതാണ്. ഇനി 3ാമത്തെ കേസ് നോക്ക്,
നമ്മൾ 2f1 എന്ന് വെച്ചാൽ ഒരു സെന്റർ ഓഫ് കർവേച്ചറിൽ വെച്ചു. റേ പാരലൽ ആയിട്ടുള്ള റേ റിഫ്രാക്ഷൻ കഴിഞ്ഞ് ഫോക്കസിലൂടെ കടന്നുപോയി. ഒപ്റ്റിക് സെന്ററിലൂടെ കടന്നു പോകുന്ന റേ ഡീവിയേഷൻ ഇല്ലാതെ തന്നെ കടന്നുപോയി. രണ്ടുപേരും കൂട്ടിമുട്ടിയത് 2f2 വെച്ചിട്ടാണ്. തൊട്ടപ്പുറത്തെ സെന്റർ ഓഫ് കർവേച്ചറിൽ വെച്ചിട്ടാണ് കൂട്ടിമുട്ടിയത്. സെയിം സൈസ് ആണ്, ഇൻവേർട്ടഡ് ആയിട്ടുള്ള ഇമേജ് ആണ്, റിയൽ ഇമേജ് ആണ് ഫോം ചെയ്തത്. ഇനി നാലാമത്തെ കേസ് എന്ന് പറയുന്നത് F1ന്റെയും F1ന്റെയും ഇടയിലാണ് നമ്മൾ എന്ത് വെക്കുന്നത്, ഒബ്ജക്റ്റിനെ വെക്കുന്നത്. അപ്പൊ പാരലൽ ആയിട്ടുള്ള റേ ആദ്യത്തത് റിഫ്രാക്ട് ചെയ്തു, പ്രിൻസിപ്പൽ ഫോക്കസിൽ കൂടെ കടന്നുപോയി. അടുത്തത് ഒപ്റ്റിക് സെന്ററിലൂടെ ഒരു ഡീവിയേഷനും ഇല്ലാതെ കടന്നുപോയി അല്ലെ. അവർ രണ്ടുപേരും കൂട്ടിമുട്ടിയത് എവിടെ വെച്ചിട്ടാണ്, ബിയോണ്ട് 2f2 അപ്പുറത്തൊരു പോയിന്റിൽ വെച്ചിട്ടാണ്. ഇൻവേർട്ടഡ് ഇമേജ് ആണ്, സൈസ് എങ്ങനെയാണ്, എൻലാർജ്ഡ് ആയിട്ടുള്ള ഇമേജും നമുക്ക് കിട്ടിയല്ലേ, എൻലാർജ്ഡ് ആയിട്ടുള്ള ഇമേജും കിട്ടി. ഇനി അടുത്ത കേസ് എന്ന് പറഞ്ഞാൽ നോക്ക്, നമ്മൾ F1ലാണ് വെച്ചത്, ഒബ്ജക്റ്റിനെ വെച്ചു, പാരലൽ റേ വന്നു, ഫോക്കസിൽ കൂടെ കടന്നുപോയി. ഒപ്റ്റിക് സെന്ററിലെ റേ വിത്തൗട്ട് എനി ഡീവിയേഷൻ അതേ പാത്തിലൂടെ തന്നെ പോയി. അവർ രണ്ടുപേരും എവിടെയും മീറ്റ് ചെയ്യുന്നില്ല, വളരെ അകലെ ഇൻഫിനിറ്റിയിൽ മീറ്റ് ചെയ്തു നമ്മൾ വിചാരിക്കുകയാണ്. അപ്പോൾ അതിന്റെ നേച്ചറോ അല്ലെങ്കിൽ നമുക്ക് പ്രെഡിക്റ്റ് പറയാനായിട്ട് പറ്റില്ല. ഇൻഫിനിറ്റിയിലാണ് ഇമേജ് ഫോം ചെയ്തിട്ടുള്ളത്. ഇനി ലാസ്റ്റ് കേസ് എന്ന് പറയുന്നത് നമ്മൾ F1ന്റെയും ഒപ്റ്റിക് സെന്ററിന്റെയും ഇടയിലാണ് നമ്മൾ ഒബ്ജക്റ്റിനെ വെച്ചത്. അപ്പൊ പാരലൽ ആയിട്ടുള്ള റേ ഏതിൽ കൂടെ കടന്നുപോയി, പ്രിൻസിപ്പൽ ഫോക്കസിൽ കൂടെ കടന്നുപോയി. അടുത്തത് എന്താണ്, ഒപ്റ്റിക് സെന്ററിലൂടെ കടന്നുപോയ റേ ഒരു ഡീവിയേഷനും ഇല്ലാതെ അതിലൂടെ തന്നെ പോയി. ഇവർ രണ്ടുപേരെയും നമ്മൾ എവിടെയും കൂട്ടിമുട്ടുന്നു, ഇവിടെ എവിടെയും കൂട്ടിമുട്ടുന്നതായി കണ്ടില്ല. അപ്പൊ നമ്മൾ ജസ്റ്റ് പുറകിലേക്ക് ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്തപ്പോ നമുക്ക് അവര് പുറകിൽ ഒരു പോയിന്റിൽ കൂട്ടിമുട്ടുന്നതായിട്ട് കിട്ടി. അപ്പൊ നമ്മൾ അതിനെ താഴേക്ക് വരച്ചു. അപ്പൊ നമുക്കൊരു വലിയ ഇമേജ് കിട്ടി, വിച്ച് ഇസ് വിർച്വൽ ഇമേജ്. കാരണം നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്തിട്ട് കൂട്ടിമുട്ടിച്ച ലൈനുകളാണ്, വിർച്വൽ ഇമേജ് ആണ്. അതുപോലെ തന്നെ അത് ഇറക്റ്റ് ആണ്, നേരെ നിൽക്കുന്ന ഇമേജും ആണ് നമുക്ക് കിട്ടിയത്. അതാണ് ലാസ്റ്റ് കേസ്, ലാർജ് ഇമേജും ആണ് നമുക്ക് കിട്ടിയത്. ഓക്കെ, ഇനി അടുത്തത് കോൺകേവ് ലെൻസിന് രണ്ട് കേസുകളേ ഉള്ളൂ. ഒന്ന് നമ്മൾ ഇൻഫിനിറ്റിയിൽ വെക്കുന്നത്. ഇൻഫിനിറ്റിയിൽ വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഫോക്കസ് 1ലാണ് നമുക്ക് ഇമേജ് കിട്ടുക. എങ്ങനത്തെ ഇമേജ് ആയിരിക്കും, വളരെ മങ്ങിയതും പോയിന്റ് സൈസ്ഡും ആയിട്ടുള്ള ഇമേജ് ആയിരിക്കും. അതുപോലെ തന്നെ അതെങ്ങനെയാണ്, വെർച്വൽ ആൻഡ് ഡിറക്റ്റ് ആണ്. വെർച്വൽ ആൻഡ് ഡിറക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു ഇമാജിനറി ഇമേജ് ആണ്, അതുപോലെ തന്നെ അത് നേരെ നിൽക്കുന്ന ഇമേജും ആണ്. ഇനി രണ്ടാമത്തെ കേസിൽ ഇൻഫിനിറ്റിയുടെയും ഒപ്റ്റിക് സെന്ററിന്റെയും ഇടയിൽ എവിടെ വെച്ചാലും നമുക്ക് എവിടെ കിട്ടുന്നുണ്ടാവുക, ഫോക്കസ് 1ന്റെയും അതുപോലെ തന്നെ ഒപ്റ്റിക് സെന്ററിന്റെയും ഇടയിലാണ് നമുക്ക് ഇമേജ് കിട്ടുന്നത്. ഇമേജ് എങ്ങനെയാണ്, മങ്ങിയ ഇമേജ് ആണ്. പ്ലസ് എന്താ നമുക്ക് പറയാൻ പറ്റുന്നത്, നേച്ചർ വെർച്വൽ ആൻഡ് ഡിറക്റ്റ് ആയിരിക്കും. അപ്പൊ ഒരു കോൺകേവ് ലെൻസ് ഫോം ചെയ്യുന്ന ഇമേജ് എപ്പോഴും വെർച്വൽ ആൻഡ് ഡിറക്റ്റ് ആയിരിക്കും. കോൺവെക്സ് ആണെങ്കിലോ റിയൽ ആൻഡ് ഇൻവേർട്ടഡ് ആണ്. ഒറ്റ കേസിൽ മാത്രം അത് വെർച്വൽ ആൻഡ് ഡിറക്റ്റ് ഇമേജ് ഫോം ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന്റെ ഒരു പടമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. പാരലൽ ആയിട്ട് വരുന്ന റേ, ഇത് ഇൻഫിനിറ്റിയിലാണ് നമ്മൾ ഒബ്ജക്റ്റിനെ വെച്ചിട്ടുള്ളത്. ഓക്കെ, പാരലൽ ആയിട്ട് വരുന്ന റേ എന്താണ്, ഡൈവേർജ് ചെയ്ത് പോവാണ്. എക്സ്റ്റെൻഡ് ചെയ്ത് കഴിയുമ്പോൾ ഫോക്കസിൽ കൂടെ കടന്നു പോകുന്നത് അല്ലെങ്കിൽ ഫോക്കസിലേക്ക് കൂട്ടിമുട്ടുന്നതായിട്ട് കാണാം. അപ്പൊ അവിടെയാണ് അതിന്റെ ഇമേജ് ഫോം ചെയ്യുന്നത്. രണ്ടാമത്തത് എവിടെ വെച്ചാലും ഇൻഫിനിറ്റിയുടെയും ഒപ്റ്റിക് സെന്ററിന്റെ ഇടയിൽ എവിടെ ഒബ്ജക്റ്റിനെ വെച്ചാലും സെയിം സൈഡിൽ തന്നെയാണ് നമുക്ക് ഇമേജ് കിട്ടുന്നത് അല്ലെ. പാരലൽ ആയിട്ട് വരുന്ന റേ ഡൈവേർജ് ചെയ്ത് പോവാണ്, ഏത് പ്രിൻസിപ്പൽ ഫോക്കസിലൂടെ കടന്നു പോകുന്നത് പോലെ നമുക്ക് ഫീൽ ചെയ്യും. ഇനി അടുത്തത് ഒപ്റ്റിക് സെന്ററിലൂടെ കടന്നു പോകുന്ന റേ വിത്തൗട്ട് എനി ഡീവിയേഷൻ. അപ്പൊ അവർ തമ്മിൽ കൂട്ടിമുട്ടുന്നത് ഫോക്കസിന്റെയും അതുപോലെ തന്നെ ഒപ്റ്റിക് സെന്ററിന്റെയും ഇടയിലാണ്. ചെറിയ സൈസ് ആണ്, അതുപോലെ തന്നെ നേരെ നിൽക്കുന്ന ഇമേജ് ആണ്, വെർച്വൽ ഇമേജ് ആണ്. ഇനി അവിടെ നമ്മൾ മിറർ ഫോർമുലയും മാഗ്നിഫിക്കേഷനും എന്താന്ന് പഠിച്ചു. ഇവിടെ നമ്മൾ പഠിക്കുന്നത് ലെൻസ് ഫോർമുലയാണ്. അപ്പോൾ പ്രിൻസിപ്പൽ ഫോക്കസ്, അതുപോലെ തന്നെ ഇമേജ് ലെങ്ത്തും, അതുപോലെ തന്നെ ഒബ്ജക്ട് ഡിസ്റ്റൻസ്, ഇമേജ് ഡിസ്റ്റൻസ്, അതുപോലെ തന്നെ യു എന്ന് പറയുന്നത് ഒബ്ജക്ട് ഡിസ്റ്റൻസ് ആണ്. ഇവര് മൂന്നുപേരും തമ്മിൽ ലെൻസിന്റെ കേസിൽ ഒരു റിലേഷൻഷിപ്പ് ഉണ്ട്. ആ റിലേഷൻഷിപ്പ് ആണ് 1/f is equal to 1/v minus 1/u. മിറർ ഫോർമുല 1/f is equal to 1/v plus 1/u ആയിരുന്നെങ്കിൽ ഇവിടെ 1/f is equal to 1/v minus 1/u ആണ് നമ്മുടെ ലെൻസ് ഫോർമുല എന്ന് പറയുന്നത്. ഇനി എന്താണ് മാഗ്നിഫിക്കേഷൻ? അവിടെ നമ്മൾ പറഞ്ഞു ഒരു മിററിന്, ഒരു ഇമേജിനെ എത്ര കണ്ട് അതിന്റെ ഒറിജിനൽ സൈസിൽ നിന്ന് മാറ്റാൻ പറ്റും, അതിനെയാണ് നമ്മൾ മാഗ്നിഫിക്കേഷൻ എന്ന് പറഞ്ഞത്. ഇവിടെ എന്താണ് മാഗ്നിഫിക്കേഷൻ? പ്രൊഡ്യൂസ്ഡ് ബൈ എ ലെൻസ് ഈസ് ഡിഫൈൻഡ് ആസ് ദ റേഷ്യോ ഓഫ് ദ ഹൈറ്റ് ഓഫ് ദ ഇമേജ്. ഇവിടെയും അത് തന്നെയാണ് അതിന്റെ കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഒറിജിനൽ സൈസിൽ നിന്നും അതിന് എന്തോരം വേരിയേഷൻ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഇവിടെ റേഷ്യോ ആണ് പറഞ്ഞിട്ടുള്ളത്. എന്താണ്? ഇമേജിന്റെ റേഷ്യോ ഡിവൈഡഡ് ബൈ ഒബ്ജക്റ്റിന്റെ റേഷ്യോ. ഇമേജ് റേഷ്യോ ആണ് നമ്മൾ, ഇമേജിന്റെ ഹൈറ്റിന് നമ്മൾ h' എന്ന് കൊടുത്തു, ഒബ്ജക്റ്റിന്റെ ഹൈറ്റിന് നമ്മൾ h എന്ന് കൊടുക്കുകയാണെങ്കിൽ അവരുടെ റേഷ്യോ ആണ്. ഹൈറ്റ് ഓഫ് ദ ഇമേജ് ഡിവൈഡഡ് ബൈ ഹൈറ്റ് ഓഫ് ദ ഒബ്ജക്റ്റ് ആണ്. അതുപോലെ തന്നെ VU ആയിട്ട് അതിനൊരു ബന്ധമുണ്ട്. അതെങ്ങനെയാണ്? അവിടെ
എച്ച് ഡാഷ് ബൈ എച്ച് ഇസ് ഈക്വൽ ടു മൈനസ് വി ബൈ യു ആയിരുന്നെങ്കിൽ ഇവിടെ എച്ച് ഡാഷ് ബൈ എച്ച് ഇസ് ഈക്വൽ ടു എന്താണ്, വി ബൈ യു ആണ് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി പവർ എന്ന് പറയുന്നതാണ് ലെൻസ്. നമ്മൾ നോർമലി കണ്ണിന്റെ പവർ ഒക്കെ കറക്റ്റ് ചെയ്യാൻ വെക്കുന്ന ലെൻസുകളുടെ പവർ പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെ. പലരുടെ കണ്ണിന്റെ പവർ വേരിയേഷൻ ഒക്കെ പവർ പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഈ പവർ എന്ന് പറയുന്നത് എന്താണ്, ഡിഗ്രി ഓഫ് കൺവേർജൻസ് ഓർ ഡൈവേർജൻസ് ഓഫ് ലൈറ്റ് റേസ് അച്ചീവ്ഡ് ബൈ എ ലെൻസ്. ഒരു ലെൻസിന് എത്ര കണ്ട് കൺവേർജ് ചെയ്യാൻ പറ്റും ലൈറ്റിനെ, അല്ലെങ്കിൽ എത്ര കണ്ട് ലൈറ്റിനെ ഡൈവേർജ് ചെയ്യാൻ പറ്റും, അതിന്റെ അളവിനെയാണ് നമ്മൾ പവർ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ പവർ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ലെൻസിന് ലൈറ്റിനെ കൺവേർട്ട് ചെയ്യാനോ ഡൈവേർട്ട് ചെയ്യാനോ പറ്റുന്ന അതിന്റെ അളവിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പവർ എന്ന് പറയുന്നത്. അപ്പൊ ഡിഗ്രി ഓഫ് കൺവേർജൻസ് ഓർ ഡൈവേർജൻസ് ഓഫ് ലൈറ്റ് റേസ് അച്ചീവ്ഡ് ബൈ എ ലെൻസ്. ഒരു ലെൻസിന് എത്ര കണ്ട് പറ്റും എന്നുള്ളതിനെയാണ് പവർ എന്ന് പറയുന്നത്. പവറിനെ റെസിപ്രോക്കൽ ഓഫ് ഫോക്കൽ ലെങ്ത് ആയിട്ടാണ് നമ്മൾ എടുക്കുക. P is equal to 1/f. റെസിപ്രോക്കൽ ഓഫ് ഫോക്കൽ ലെങ്ത് ആണ് പവർ. പവറിനെ നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത് ഏത് യൂണിറ്റിലാണ്, ഡയോപ്റ്റർ എന്ന് പറഞ്ഞിട്ടുള്ള യൂണിറ്റിലാണ്. SI യൂണിറ്റ് ആണ് പവറിന്റെ. SI യൂണിറ്റ് ആണ് ഡയോപ്റ്റർ എന്ന് പറയുന്നത്. ഒരു കോൺവെക്സ് ലെൻസിന്റെ പവർ എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും, ഒരു കോൺകേവ് ലെൻസിന്റെ പവർ എപ്പോഴും നെഗറ്റീവ് ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമുക്ക് എന്തിന്റെ കേസിൽ പറയാനുള്ളത്. ഈ ചാപ്റ്ററിലെ തിയറി പാർട്ട് എന്ന് പറയുന്നത്, ഇനി പ്രോബ്ലം പറയുമ്പോൾ നമ്മൾ ഈ പഠിച്ച കാര്യങ്ങളൊക്കെ അപ്ലൈ ചെയ്യാൻ കൂടെ പഠിക്കണം. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ള സൈൻ കൺവെൻഷൻസ്, അതുപോലെ തന്നെ ലെൻസിന്റെ കേസിൽ ഫോക്കൽ ലെങ്ത് എടുക്കുന്ന സൈഡ് എപ്പോഴും നമ്മൾ ഈ സൈഡിലാണ്, ലെഫ്റ്റ് സൈഡിലാണ് നമ്മൾ ഒബ്ജക്റ്റ് വെക്കുന്നത്. അപ്പൊ ലെഫ്റ്റ് സൈഡിലേക്ക് മെഷർ ചെയ്യുന്ന ലെങ്ത്തുകളൊക്കെ എന്തായിരിക്കും, നെഗറ്റീവ് ആയിരിക്കും. അപ്പൊ അതനുസരിച്ചിട്ട് നമുക്ക് എങ്ങനെയൊക്കെ നമ്മൾ ഫോക്കൽ ലെങ്ത് എടുക്കണം, അതൊക്കെ നമുക്ക് നോക്കണം. ഓക്കെ, അത് നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ നോക്കാം. ഇപ്പൊ തിയറി പാർട്ട് കഴിഞ്ഞു. താങ്ക് യു സോ മച്ച്. നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടപ്പെട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ സജഷൻസ് ആൻഡ് ഫീഡ്ബാക്ക് കമന്റ്സ് ആയിട്ട് മാർക്ക് ചെയ്യാം. ഓക്കെ.